Hi all. ഫോട്ടോഷോപ്പിന്റെ ബീറ്റ വേർഷൻ റിലീസ് ചെയ്തത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും അല്ലേ? ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഫോട്ടോഷോപ്പിന്റെ ബീറ്റ വേർഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിന്റെ ബീറ്റ വേർഷനിലെ മേജർ ആയിട്ടുള്ള 4 അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഒന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്ട്സിനെ ആഡ് ചെയ്യാം, രണ്ടാമത്തത് ഒബ്ജക്ട്സിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഒബ്ജക്റ്റ് നമുക്ക് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന് ജനറേറ്റീവ് AI യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോംപ്റ്റ് റൈറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിനെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ വേണ്ട, അതും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഫോട്ടോഷോപ്പിലെ ബീറ്റ വേർഷൻ യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ടൂളുകളൊക്കെ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ക്യാൻവ പോലെയുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫോട്ടോഷോപ്പിൻ്റെ ഈ ബീറ്റ വേർഷനിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന രീതിയിൽ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുവാണെങ്കിൽ ആ പ്രോംപ്റ്റ് വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും നമ്മളുടെ ആ ബാക്ക്ഗ്രൗണ്ടിനെ. അതാണ് ഇതിലുള്ള ഒരു ഹൈലൈറ്റ്. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇമേജസിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു പോർട്രേറ്റ് മോഡിലുള്ള ഒരു ഇമേജ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ആ ഒരു ഇമേജിനെ നമുക്കൊരു ലാൻഡ്സ്കേപ്പ് മോഡിലാക്കണം, ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഏത് റേഷ്യോയിലേക്ക് വേണമെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് അങ്ങനെ ആക്കണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മുടെ ഇമേജസിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ബീറ്റ വേർഷനിലുള്ള മേജർ ആയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാനുള്ളത്. ആ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് ബെറ്റർ ആയിട്ട് അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതും നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെയാണ് ഫോട്ടോഷോപ്പിന്റെ ബീറ്റ വേർഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഫോട്ടോഷോപ്പ് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങളുടെ ക്രിയേറ്റീവ് ക്ലൗഡ് അക്കൗണ്ടിലേക്ക് വരിക. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബീറ്റ ആപ്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം. ഈ ബീറ്റ ആപ്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബീറ്റ ആപ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡെസ്ക്ടോപ്പ് ആപ്സിൻ്റെ ഇടയിൽ ഫോട്ടോഷോപ്പ് ബ്രാക്കറ്റിൽ ബീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കാണാം. അതിൻ്റെ ഐക്കണിൻ്റെ കളറിനും ഒരു ചേഞ്ച് ഉണ്ട്. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ്, ഒരു ബ്ലൂ കളറിലാണ് ഇതിൻ്റെ ലോഗോ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഓർഡിനറി ഫോട്ടോഷോപ്പിൻ്റെ ഒരു ലോഗോ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതല്ല ഈ ലോഗോയുടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതിൻ്റെ ബ്രാക്കറ്റിൽ ബീറ്റ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സിസ്റ്റത്തിലേക്ക് ഫോട്ടോഷോപ്പ് ബീറ്റ വേർഷൻ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാളേഷൻ ഫുൾ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇപ്പോൾ അവർ റിമൂവ് പുതിയൊരു ടൂളാണത്. നമുക്ക് ഒബ്ജക്ട്സിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും റിമൂവ് ടൂൾ യൂസ് ചെയ്തിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള റിമൂവ് ടൂളിൻ്റെ കമ്പോണൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ബീറ്റ വേർഷൻ ഇൻസ്റ്റാളായി. ഇനി നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് ഇതിൽ എഡിറ്റ് ചെയ്യാം. ഫോട്ടോഷോപ്പ് ബീറ്റ വേർഷൻ്റെ 4 മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്ട്സിനെ റിമൂവ് ചെയ്യാം, ഒബ്ജക്ട്സിനെ ആഡ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പുതിയ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട്സ് റീപ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് ഇമേജസിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ഓരോന്നിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.